നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30, നാളെ ജൂലൈ 1. നാളെ മുതൽ സാമ്പത്തിക മേഖലയിലെ ഇടപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാളെ മുതൽ ഓരോ വ്യക്തികൾക്കും ഇനി പുതിയതായി പാൻ കാർഡിനായി അപേക്ഷിക്കണമെങ്കിൽ ആധാറിന്റെ വേരിഫിക്കേഷൻ നിർബന്ധമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നിർബന്ധം. ഇന്നലെ വരെ ഏതെങ്കിലും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയും ജനന സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും പാൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു. അതിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, പാൻ കാർഡിന് പുതുതായി അപേക്ഷിക്കാൻ ആധാർ വെരിഫിക്കേഷൻ നാളെ മുതൽ നിർബന്ധമാണ്. എണ്ണ കമ്പനികൾ ഗ്യാസിന് വില വർദ്ധിപ്പിക്കുന്നതും കുറയ്ക്കുന്നതുമെല്ലാം എല്ലാ മാസത്തെയും 1-ാം തീയതിയാണ്. അതുകൊണ്ട് നാളെ രാവിലെ വരെ കാത്തിരിക്കണം ഗ്യാസിന് ഈ മാസം വില കൂടുമോ കുറയുമോ എന്നറിയാൻ. ജൂലൈ മുതൽ ATM ചാർജുകളിൽ മാറ്റമുണ്ട്. വിവിധ സർവീസ് ചാർജുകളിലും മാറ്റം വന്നിരിക്കുന്നു. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ധനകാര്യ ഇടപാട് സ്ഥാപനങ്ങൾ നാളെ മുതൽ വിവിധ സർവീസ് ചാർജുകൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ATM ഇടപാടുകൾക്ക് കൊടുക്കേണ്ടതായ ഫീസ് ഇനത്തിലും നാളെ മുതൽ മാറ്റം വരുന്നു. പ്രതിമാസ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും 23 രൂപ വീതം ഇനി ചാർജ് ഈടാക്കും. എന്നാൽ ഇതിൽ നിന്ന് നോൺ ഫിനാൻഷ്യൽ ഇടപാടുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ICICIയുടെ ബാങ്ക് ശാഖകളിലൂടെയുള്ള പണം പിൻവലിക്കലിന് ഈടാക്കുന്ന ഫീസും പുതുക്കിയിട്ടുണ്ട്. IMPS ഇടപാടുകളുടെ ഫീസിലും മാറ്റമുണ്ട്. 2.5 രൂപ മുതൽ 15 രൂപ വരെയാണ് ചാർജായി ഇനി മുതൽ നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. SBI ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം എമൗണ്ട് ഡ്യൂ കണക്കാക്കുന്നതിൽ ഈ മാസം 15 മുതൽ കമ്പനി വ്യത്യാസങ്ങൾ വരുത്തുകയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫീസ് ഇനത്തിൽ നഷ്ടങ്ങൾ വരാൻ ഇടയുണ്ട്. ഇനി നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ 2025-2026 വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയം ദീർഘിപ്പിച്ച വിവരമാണ് അറിയിക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷൻ പറഞ്ഞിരുന്നത് ജൂലൈ 31-നകം അത് സമർപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ പിന്നീട് ഈ വരുന്ന സെപ്റ്റംബർ 15 വരെ അതിനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതികളിൽ തിരക്കുമൂലം വെബ്സൈറ്റ് പ്രവർത്തനങ്ങൾ നിലച്ചു പോകാറുണ്ട്. അതുമൂലം മറ്റ് സാങ്കേതിക തകരാറുകളും സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതിനാൽ അവസാന മണിക്കൂറുകളിലേക്ക് കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ അത് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി SBI കാർഡ് കൈവശമുള്ളവരെ ശ്രദ്ധിക്കുക. SBI കാർഡ് ഉപയോഗിച്ച് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് സമ്മാനമായി നൽകി വന്ന 1 കോടി രൂപയുടെ എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് ചില പ്രീമിയം കാർഡുകളിൽ ജൂലൈ 15 മുതൽ SBI നിർത്തലാക്കുകയാണ്. എലിറ്റ് മൈൽസ് പ്രൈം തുടങ്ങിയ കാർഡുകളിൽ ഇനി മുതൽ ഈ സേവനം തുടർന്ന് ലഭിക്കില്ല. കൂടാതെ SBI കാർഡ് പ്രൈം, SBI കാർഡ് പൾസ് എന്നിവയ്ക്ക് നൽകി വന്ന 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ജൂലൈ 15 മുതൽ ലഭിക്കാതെയാകും. നാളെ മുതൽ ആധാർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ ആപ്പ് വഴിയോ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുകയുള്ളൂ. റിസർവേഷനുമായി ബന്ധപ്പെട്ടും ചില മാറ്റങ്ങൾ റെയിൽവേ കൊണ്ടുവന്നിരിക്കുകയാണ്. ട്രെയിൻ യാത്രക്കാർ നാളെ മുതൽ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ആധാറും OTPയുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ പ്രധാന മാറ്റങ്ങൾ വരുത്തുകയാണ് റെയിൽവേ. ഓൺലൈനിലും റിസർവേഷൻ കൗണ്ടറുകളിലും ഈ മാറ്റം ഉണ്ടാകും. നാളെ മുതൽ ആധാർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ വെബ്സൈറ്റ് വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴിയുള്ള ബുക്കിങ്ങിനും ആധാർ നിർബന്ധമായിരിക്കും. ജൂലൈ 15 മുതൽ തൽക്കാൽ ബുക്കിങ്ങിന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP നിർബന്ധമാക്കും. അംഗീകൃത ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് AC ക്ലാസുകൾക്ക് രാവിലെ 10 മുതൽ 10:30 വരെയും നോൺ AC ക്ലാസുകൾക്ക് രാവിലെ 11 മുതൽ 11:30 വരെയും തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അനുവാദമില്ല. നാളെ മുതൽ നോൺ AC മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകൾ എന്നീ ക്ലാസുകളുടെ നിരക്കുകളിൽ നേരിയ വർധനവുണ്ട്. നോൺ AC മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകൾ കിലോമീറ്ററിന് 1 പൈസയായി വർദ്ധിക്കും. SC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസ വീതവും വർദ്ധിക്കും. എന്നാൽ ഈ ടിക്കറ്റ് നിരക്ക് വർധനവ് 500 കിലോമീറ്റർ കൂടുതലുള്ള ദൂരത്തിനാകും ബാധകമാവുക. ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.